ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ഇന്നാണെങ്കിൽ ഗൾഫിൽ പോവാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ എന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഫോറെവറിൻ്റെ ഒരു ഫിഷ് ഓയിൽ കഴിക്കാൻ ഞാൻ ഡെയിലി കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ലേറ്റായി കഴിക്കാൻ, അപ്പോൾ അത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം എടുക്കാൻ മറന്നു എന്നുള്ളൊരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കരിമക്കണ്ട. അപ്പോൾ ഇനി അധികം മാർപ്പാടും യാതൊരു ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ വാസ്ലൈനിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതായിട്ട് കഴിഞ്ഞാൽ കുറച്ച് എന്താണ് സ്കിന്ന് കുറേ നേരത്തിന് മോയ്സ്ചറൈസറായി നിൽക്കും. അതിന് ശേഷം സെറ്റാഫിൽസിൻ്റെ ഒരു സൺസ്ക്രീനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ഞാൻ വാരി കുറേ അപ്ലൈ ചെയ്യും ഗൈസ്. കാരണം പാലക്കാടിലെ ചൂടിൽ കരിഞ്ഞുണങ്ങി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് അത്യാവശ്യം 2-3 കോട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് സൺസ്ക്രീൻ എപ്പോഴും. എനിക്ക് സൺസ്ക്രീൻ മാക്സിമം ഒരു 2 വീക്സ് നിൽക്കുള്ളൂ ഗൈസ്. അത്രയും അപ്ലൈ ചെയ്യും ഞാൻ. അപ്പോൾ ചെറിയൊരു പ്രസന്നത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്തതാണ് ബ്ലഷ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലഷാണ് ഗൈസ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാണിത്. അത്രയും എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ ഭയങ്കര കൊറിയൻ ലുക്കിലേക്ക് ഈ ബ്ലഷ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു നാച്ചുറൽ ഗ്ലോ ഈ ബ്ലഷ് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. സോ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഒരു 2 കോട്ടും കൂടി ഇട്ട് കൊടുത്താലാണ് കുറച്ച് എന്താ പറയുക അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം. ഇത് ഹോം മെയ്ഡ് ലിപ് ബാമാണ്. മദാജി ഉണ്ടാക്കുന്ന ലിപ് ബാമാണ്. നമുക്കും ഗീയും വെച്ച് ഉണ്ടാക്കിയ ലിപ് ബാമാണ്. അടിപൊളി ലിപ് ബാമാണ് ഗൈസ്. മോയ്സ്ചറൈസ് ആയി നിൽക്കാൻ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും. അതിനുശേഷം നമ്മളിത് ഫേസസ് കനയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഗൈസ്. ഇതിട്ടാൽ ഞാൻ തന്നെ ഒരു കുറച്ച് പ്രിറ്റിയായിട്ട് എനിക്കെന്നെ ഫീൽ ചെയ്യാറുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഐഷേഡാണ്. ഐഷേഡ് പലറ്റ് ചോദിച്ചിട്ട് അനിയത്തി തന്നില്ല. കാരണം അവൾ അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിക്ക് വേണ്ടി എന്നും തല ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് തല ഉണ്ടാക്കാൻ വന്നിട്ടില്ല. സോ അതിൻ്റെ ശേഷം ഞാൻ അത് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ശേഷം നമ്മൾ സെറ്റിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഫേസ് ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റിംഗ് പൗഡറും കൂടി ഇട്ടെടുത്തു. അങ്ങനെ നമ്മൾ പ്രിറ്റി ഗേളായി മാറി ഗൈസ്. അതിൻ്റെ ശേഷം നമുക്കൊരു ഐ മേക്കപ്പ് നോക്കാം. ഐ മേക്കപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്, സോറി. മാൾസിൻ്റെ മസ്കാരയും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പോലെയുള്ള മസ്കാരയും യൂസ് ചെയ്ത് നോക്കൂ. അങ്ങനെ ഡ്രസ് ചേഞ്ച് കഴിഞ്ഞ് വന്നു. ഞാൻ ബ്ലാക്ക് ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ശരി, തല കോംബ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്കും ഗോൾഡൻ തീം ആക്സസറീസ് യൂസ് ചെയ്യാം ഗൈസ്. അതാണെങ്കിൽ കുറച്ചും കൂടി നമ്മളെ പ്രിറ്റി ആയിട്ട് തോന്നിക്കും. ഇതാണ് കൈമൈലാഞ്ചി. എൻ്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നറിയില്ല. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അതിടുന്ന എൻ്റെ പ്രഹസനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കും വിചാരിച്ചു, നടന്നില്ല. അതിൻ്റെ അടുത്ത് പോയിട്ട് ഇട്ടിട്ട് വന്നു. അതിൻ്റെ ശേഷം ഇതാ ഒരു വാച്ചും കൂടി നമ്മുടെ ആക്സസറീസിൽ ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഹിജാബും കൂടി ഇട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ ഹിജാബ് ഇട്ടതിൻ്റെ കുറച്ച് ഷോ ഇറക്കലാണ്. അവിടെ മദാജി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമയമായി ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കഴിയാതെ ഇറങ്ങില്ല എന്നൊരു ഫൈറ്റ് ഞാൻ ഉമ്മയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ക്യാമറയിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം ഗൈസ്. ഡെഡിക്കേഷൻ കണ്ടുള്ളൂ ഗൈസ്. ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി അറിയുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച് ഞാൻ ചെരുപ്പ് ഇട്ടില്ല ഗൈസ്. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞാൻ ചെരുപ്പിടാൻ പോവാണ്. സുഡിയോന്ന് എടുത്ത ഒരു ഷൂ ആണ് നമ്മൾ പെയർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി ഗൈസ്. യെസ്. അപ്പോൾ എന്താ എൻ്റെ ഒരു ക്യൂട്ട് വീഡിയോ കണ്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. താങ്ക് യു.